ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ജീവന്റെ നീക്കങ്ങൾ അറിയാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ പ്രതിവിധി ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അത് ശരിയാ. നമുക്ക് പോവാം സുജാതെ. വീട്ടിൽ എന്താണെന്ന് വെച്ചാ വേവിച്ച് നമുക്കെല്ലാവർക്കും കൂടെ പങ്കിട്ട് കഴിക്കാം. ഒരഭയം തേടി നമ്മൾ വന്നിരിക്കുന്നത് ഈ നടയിലാണല്ലോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും കണ്ണു തുറന്നില്ലെങ്കിൽ ദൈവത്തിന് ഒന്നും കേൾക്കണ്ടെങ്കില് നമ്മളെ ദൈവം ഇല്ലാതാക്കിക്കോട്ടെ. മോളെ, നമുക്ക് പോവാം. അമ്മയ്ക്കിപ്പോഴും നിനക്ക് തരാൻ ഒറ്റ വാക്കേ ഉള്ളൂ. അമ്മയുടെ ജീവൻ കളഞ്ഞും അമ്മ നിന്നെ രക്ഷിക്കുമെന്ന്. അത് സകല ദൈവങ്ങളെയും സാക്ഷി നിർത്തി അമ്മ നിന്നോട് പറയുകയാണ്. കയ്യിൽ കത്തിയും പിടിച്ച് നമ്മുടെ കൂടെ ജീവിച്ചതല്ലേ അവൻ. അന്ന് അവൻ നമ്മുടെ ശത്രുവാണെന്ന് നമുക്കറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ അറിയാം. ബലം പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. എന്തു വന്നാലും നിന്റെ ജീവൻ അമ്മ വിട്ടുകൊടുക്കില്ല. നിന്റെ ജീവന് അമ്മ അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. മോള് വാ. വാ. നശിച്ചൊരു നിയമം വെറുതെയാണോ നിത്യേന പുതിയ കുറ്റവാളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? പോലീസാണെങ്കിലും ശരി, കോടതിയാണെങ്കിലും ശരി, തെറ്റ് ചെയ്യുന്നവനെ ന്യായീകരിച്ച് വിളിപ്പിക്കും. എന്നിട്ടാണ് സമൂഹത്തിന് ഉപദേശിക്കുന്നത്. വാടാ. മോളെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? ഒന്നുമില്ല. മോള് കരയായിരുന്നു? ഇല്ല. കരഞ്ഞിട്ടുണ്ടല്ലോ. അത് അച്ഛനെ കുറിച്ച് നിത്യാമ്മയെ കുറിച്ചൊക്കെ ഓർത്തപ്പോ അവർക്കൊക്കെ എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയോ. എന്റെ കൂടെ ഇരിക്കും, എന്റെ കൂടെ കളിക്കും, ചിരിക്കും. ഇവിടെ അതൊന്നുമില്ല. വീണ മോളുടെ അമ്മയല്ലേ, മോൾക്ക് അമ്മയോട് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യാലോ. വീണാമ്മ എന്റെ അടുത്ത് വരാറേ ഇല്ല. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കുറെ ദൂരെ എന്നേ പറയുള്ളൂ. മോളുടെ അച്ഛൻ മോളോട് സംസാരിക്കാറില്ലേ? അപ്പൂപ്പൻ ആരോടെങ്കിലും പറയോ? ഇല്ല. എനിക്ക് ഈ അച്ഛനെ ഇഷ്ടമല്ല. എനിക്ക് എന്റെ ഹരിയച്ഛനെ ഇഷ്ടം. ആ സ്ഥാനത്ത് വേറെ ആരും വരില്ല. അതെ, ഇവിടെ അപ്പൂപ്പനും അമ്മമ്മയൊക്കെ ഉണ്ടല്ലോ. മോക്ക് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കാലോ. എനിക്ക് പേടിയാ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ. അപ്പൂപ്പനും അമ്മമ്മയും കരുതി എന്താണെന്നറിയോ? മോക്ക് എപ്പോഴും സങ്കടമായതുകൊണ്ട് മാറിയിരിക്കുകയാണെന്നല്ലേ. നാളെ മുതൽ മോള് നോക്കിക്കോ, അപ്പൂപ്പൻ മുഴുവൻ സമയവും മോളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് അമ്മൂമ്മയും കൂട്ടി നല്ല കളികളൊക്കെ കളിക്കാട്ടോ. മോള് വിഷമിക്കണ്ട കേട്ടോ. മോക്ക് എന്ത് വേണമെങ്കിലും അപ്പൂപ്പനോട് പറഞ്ഞാൽ മതി. അപ്പൂപ്പനും മോളോട് പോയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. എന്നാ അപ്പൂപ്പൻ എന്നെ അച്ഛന്റെ നിത്യാമ്മയുടെ അടുത്ത് കൊണ്ടുപോവോ? ഒറ്റ പ്രാവശ്യം മതി. അതൊക്കെ നമുക്ക് ആലോചിക്കാം. അപ്പ എന്നെ കൊണ്ടുപോയില്ല അല്ലേ? എന്ന് അപ്പൂപ്പൻ പറഞ്ഞോ? മോക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ മോളെ അപ്പൂപ്പൻ കൊണ്ടുപോവാ. ശരിക്കും പറഞ്ഞാണോ? അപ്പൂപ്പൻ വാക്ക് പറയുന്നു. അതെ, എന്തായാലും രാത്രി ഇവിടെ ഇരിക്കണ്ട. നമുക്ക് അമ്മൂമ്മയുടെ അടുത്തേക്ക് പോവാം. അമ്മൂമ്മയ്ക്ക് എന്തോരം കഥകൾ അറിയാമെന്നറിയോ? ഒന്ന് കേട്ടു നോക്കണം. മോൾ എഴുന്നേറ്റ് വാ, നമുക്കകത്തേക്ക് പോവാം.
സുജാതെ ഇതിപ്പോ നമ്മൾ ആലോചിക്കുന്നതില് എന്താ അർത്ഥം സുജാതെ? വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ചെന്ന് കിടക്കാൻ നോക്കുക, അത്ര തന്നെ. അമ്മേ, നമുക്കിന്ന് ഇവരുടെ കൂടെ ഇവിടെ കിടന്നാ പോരെ? അത് വേണ്ട മോളെ. അത് മതി ആന്റി. പേടിക്കാൻ വയ്യാത്തോണ്ടാ. അമ്മ വീടിന്റെ താക്കോലിങ് തന്നേ, എനിക്ക് 1-2 സാധനങ്ങൾ എടുക്കാനുണ്ട്. എന്നാ ഞാനും വരാം. വാ. അതെ സുജാതെ, ഒരു നിമിഷം. അല്ല, മോള് പോയിക്കോ. ദാ. ആ നിത്യമോള് കൂടെ ഉണ്ടായിരുന്നോട്ടെ ഞാൻ ഒന്നും പറയാണ്ടിരുന്നേ. എന്റെ ഊഹം ശരിയാണെങ്കില് ജീവന്റെ അടുത്ത നടപടി അത് നിയമപ്രകാരമായിരിക്കും. അല്ല, ഇപ്പോഴും നിത്യ അവന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ വേണ്ടി അങ്ങനെ അവൻ നിത്യ തേടി വന്ന നമ്മൾ എന്തോ ചെയ്യും? അമ്മേ, നിത്യ, നിത്യ, എന്താ എന്തു പറ്റി? മോളെ, നിത്യ, എന്താ പറ്റിയേ? എന്താ? അമ്മേ, അകത്ത് ജീവൻ.